പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു പ്രത്യേക കാര്യം പറയാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സബ് ചെയ്തിട്ടുള്ള ഒരുപാട് ചാനലുകാരുണ്ട്. അപ്പോൾ ഈ ചാനലുകാരുടെയൊക്കെ വീഡിയോ ഞാൻ പോയി കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഷോർട്ട് വീഡിയോ ആയാലും ഇതെല്ലാം കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പലരും യൂട്യൂബിൽ ലൈവ് വരാറുണ്ട്. അപ്പോൾ ആ ലൈവും ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എനിക്ക് ഒരുപാട് ലൈവിലായാലും ഇതുപോലെ വീഡിയോയിലായാലും ഷോർട്ടിലായാലും ഇതിലെല്ലാം എനിക്ക് ചില ചാനലുകാരുടെയൊക്കെ ചില പോരായ്മകൾ, ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് ചിലരോടൊക്കെ ഞാൻ തുറന്ന് അന്നേരം തന്നെ പറയാറുണ്ട്. അവരോട് തന്നെ പറയാറുണ്ട്. എല്ലായിടത്തും നമ്മൾ പോയിട്ട് എല്ലാവരോടും ഇങ്ങനെ പറയാനായിട്ട് ഉള്ള ബുദ്ധിമുട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഒരുപാട് വിശദീകരിക്കാനായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള നമുക്ക് ബുദ്ധിമുട്ട് കാരണമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ എന്തിനാണ് തുടങ്ങിയിരിക്കുന്നത്? നമുക്ക് ഏതെങ്കിലും ഒരു തരത്തില് നമ്മൾ ഒരു കുറച്ച് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് വരുമാനം എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ എല്ലാം ചെയ്യുന്നത്. ഒരുപാട് ടൈം എടുത്തൊക്കെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ടേ അതിൽ നിന്ന് നമുക്ക് പിന്നീട് വരുമാനം കിട്ടാത്ത ഒരു അവസ്ഥ വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സമയം നമുക്ക് ഭയങ്കര സങ്കടമായി പോകും. അതായത് ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നതിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. യൂട്യൂബ് പറയുന്നുണ്ട് ഇന്നതൊക്കെ ചെയ്യാൻ പാടില്ല, ഇന്ന രീതിയിലൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ മുന്നോട്ട് വീഡിയോ എല്ലാം ചെയ്തു പോയിട്ട് അതിനുശേഷം ചാനല് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയം, അതായത് നമ്മൾ സബ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വാച്ച് ടൈം എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ആ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു സമയമുണ്ട്. ആ സമയം നമുക്ക് മോണിറ്റൈസേഷൻ ആകാതെ നമുക്ക് റിജക്റ്റ് ആവുന്ന ഒരു അവസരം വരുവാണെങ്കിൽ നമ്മൾ അന്നേരം സങ്കടപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കുറേ ചാനൽ ഞാൻ കണ്ടു. പല കാര്യങ്ങൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് കാരണം അവര് ഈ ചാനൽ യൂട്യൂബ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്കിപ്പം ടൈം പാസിന് വേണ്ടിയാണോ എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ചാനൽ കണ്ട സ്ഥിതി അനുസരിച്ച്, ചാനൽ ഞാൻ നോക്കിയ ഇതനുസരിച്ച് അവരൊരിക്കലും ടൈം പാസിന് വേണ്ടിയല്ല ചെയ്യുന്നത്. അവർക്ക് എന്തെങ്കിലും പൈസ വരുമാനം വരണമെന്നുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കുറെ ചാനലുകാരുണ്ട്. ഞാനപ്പോൾ അത് നോക്കിയത് കാരണമാണ് ഞാൻ എല്ലാ ചാനലിലും പോയി ഇതുകൊണ്ടൊക്കെ വീഡിയോ കാണാറുണ്ട്. അവരുടെ ചാനൽ ഏത് രീതിയിലാണ്, എങ്ങനെയാണ്, എന്താണ് അവരുടെ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ മനസ്സിലാക്കാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ എനിക്കും കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെ പല കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ ആയാലും കാണുന്നതും. വീഡിയോ കാണുന്നത് അവർക്ക് ഒന്ന് സപ്പോർട്ട് ആയിരിക്കും, അവർക്ക് വാച്ച് ടൈം കിട്ടും, ഒന്ന് സപ്പോർട്ട് അത് വരും. ഈ ലൈവിലായാലും പോയാൽ ഒന്ന് അവർക്ക് സപ്പോർട്ട് ഉണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇതിലെല്ലാം പോകുന്നത്. ഓക്കെ, ടൈം നമുക്ക് കൂടുതലായിട്ട് ഉണ്ടായിട്ടില്ല, എന്നാലും സപ്പോർട്ട് ചെയ്യാനും ഇങ്ങനെയുള്ള പല കാര്യത്തിന് വേണ്ടി പോകുന്നതാണ്. അതിൽ നിന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് വെച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തേത് ഞാൻ പറയാം, പല ചാനലുകാരും അവരുടെ ഷോർട്ട് വീഡിയോ ആയാലും വലിയ വീഡിയോ ആയാലും ഏത് വീഡിയോയിലായാലും അവരെ ഫുള്ളായിട്ട് കാണിക്കുന്നത്, അതായത് നമ്മുടെ ഫേസ് കാണിച്ചാലും മതി, ഓക്കെ, അങ്ങനെ ആയാലും കാണിച്ചാലും മതി. പക്ഷെ ഒന്നുകിൽ നമ്മളെ കാണിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ട് വേണം. ഇതിലേതെങ്കിലും ഒന്ന് വെച്ചായിരിക്കണം ഈ വലിയ വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും ഇതിലെല്ലാം ചെയ്യാം. അല്ലാതെ വല്ല പൂച്ച ആടിനെ ഇതിനെയൊക്കെ കാണിച്ചിട്ട് വെറുതെ ഒരു മ്യൂസിക് വിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടാൽ അതില് മില്യൺ കണക്കിന് ചിലപ്പം വ്യൂ വന്നെന്നിരിക്കും. അതിലൊന്നും ഒരു കാര്യമില്ല. കമന്റ് ഇഷ്ടം പോലെ വരും, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ അത് ലാസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അന്നേരം സങ്കടമാകും. അതിനെക്കാട്ടി നല്ലത് ഇപ്പം തന്നെ ഒരുപാട് പേര് ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഒന്നുകിൽ നിങ്ങളുടെ സൗണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ആ വീഡിയോയിൽ കാണിക്കണം. അങ്ങനെ നിങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ട് മുന്നോട്ട് ഒരു 10 വീഡിയോ ചെയ്തതിന് ശേഷം ഒരു വീഡിയോ എല്ലാം നിങ്ങൾക്ക് അത് ഒന്ന് പ്രൈവറ്റ് ആക്കി ഇടാൻ പറ്റും. പ്രൈവറ്റ് ആക്കിയിട്ടിട്ട് പിന്നീട് ഇങ്ങനെ ഓരോ വീഡിയോകൾ നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ 4-5 വീഡിയോ ചെയ്തിട്ട് അതിലൊരു വീഡിയോ പ്രൈവറ്റ് ആക്കണം. അങ്ങനെ മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് ഇത് മൊത്തം പ്രൈവറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് വേണ്ടാത്ത ആ വീഡിയോകളൊക്കെ, ഞാൻ പറഞ്ഞ രീതിയിലുള്ള വീഡിയോകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം പ്രൈവറ്റ് ആക്കിയതിനു ശേഷം വീണ്ടും നിങ്ങൾ ഇതേ പ്രക്രിയ തുടരണം. കാരണം പിന്നെ അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇത് ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഇതേ രീതിയിൽ തന്നെ 4-5 വീഡിയോ നിങ്ങൾ നല്ലത് ചെയ്തതിനു ശേഷം ഓർണം. എല്ലാം കൂടെ ഒരുമിച്ച് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബാധിക്കും നിങ്ങളുടെ ചാനലിനെ. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ ഒരു 3-4 ഷോർട്ടൊക്കെ ചെയ്തോ അല്ലെങ്കിൽ വലിയ വീഡിയോ ഒക്കെ ചെയ്തു, അതിനുശേഷം ഒരു വീഡിയോ ഇതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ പാടുള്ളൂ. കൂടുതൽ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ആ പ്രൈവറ്റ് ആക്കിയിടാൻ പറഞ്ഞില്ലേ ഞാൻ, ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഒന്നൊന്നായിട്ട് നിങ്ങൾ 3-4-5 വീഡിയോ നല്ല വീഡിയോ ചെയ്തതിന് ശേഷം ഒരു വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ പാടുള്ളൂ.
ഒന്നിച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കയറി വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് യൂട്യൂബ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് കുറെ വീഡിയോകൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഒരു കാരണവശാലും മറ്റുള്ളവരിലേക്ക് സജസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ സജസ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ആരും കാണത്തില്ല. മനസ്സിലായോ? പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നിച്ച് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ചെറുകെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നിങ്ങളുടെ ചാനലിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. എന്തായാലും ഒരുപാട് ചാനൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഞാൻ വേറൊരു കാര്യം പ്രത്യേകമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ലൈവ് വരുന്നുണ്ടേ ഒരുപാട് പേര് ഞാൻ കണ്ടതാണ്. നിങ്ങൾക്ക് 1 മണിക്കൂർ ചെലവാക്കി നിങ്ങൾ നിങ്ങളുടെ മൊബൈലിന്റെ മുന്നിലായാലും ക്യാമറയുടെ മുന്നിലായാലും എല്ലാവരും ചെയ്യുന്ന മൊബൈലിന്റെ മുന്നിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പൊ ലൈവ് വരുന്ന മൊബൈലിന്റെ മുന്നിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ വന്നാൽ മതി. പക്ഷെ അതിൽ കൂടുതൽ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 1 മണിക്കൂറെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മിനിമം 1 മണിക്കൂർ വരണം. ആ 1 മണിക്കൂർ നിങ്ങൾ സമയം എടുത്ത് വരുന്ന ഉടനെ നിങ്ങൾ അത് നിങ്ങൾക്ക് വരുന്ന എന്താ കമന്റ് ഒക്കെ നിങ്ങൾ വായിച്ച് അതിന്റെ മുന്നിലിരിക്കും. നിങ്ങൾ മുന്നിലിരിക്കാതെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിങ്ങളുടെ മുറ്റവും നിങ്ങളുടെ കിച്ചണും അവിടെ ഇവിടെ നിങ്ങൾക്ക് ഉള്ള പ്രതിമ അത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് പലരും അത് ലൈവ് ഇട്ടിട്ട് അവരവരുടെ പാട്ടിന് പോകും, വരുന്നവര് കമന്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ളു ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അങ്ങനെ ലൈവിൽ ആളുകൾ വരുന്നുണ്ട്, കമന്റ് ഇടുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കുക ഓക്കെ എനിക്ക് വാച്ച് ടൈം താനേ കയറിക്കൊള്ളൂ. അതൊന്നുമില്ല. നിങ്ങൾക്ക് ആരെങ്കിലും വരുന്നവര് നിങ്ങൾക്ക് പുതുതായിട്ട് ഒരാൾ വരിക ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കൂട്ടുള്ള ആരും ആ ചാനലിൽ വീണ്ടും വരത്തില്ല. എന്നെ കൂട്ടായിരിക്കും ഒരുവിധപ്പെട്ടവരെല്ലാം അങ്ങനെ തന്നെയാണ്, വരത്തില്ല. ഒരിക്കലും ആ ചാനലിൽ രണ്ടാമത് വരത്തില്ല. ഒന്ന് പുതിയതായിട്ട് വരുവാണെങ്കിൽ നമുക്കറിയാവുന്ന ചാനലാണെങ്കിൽ പിന്നെയും വിചാരിക്കും നമ്മൾ ഒന്നും കൂടെ പോയി നോക്കാം, 1-2 പ്രാവശ്യം ഒന്ന് പോയി നോക്കാം, അവർ ഓക്കെ ശരി ഒന്ന് അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ ഇനി രണ്ടാമത് അത് വരുന്ന ഒരു കുഴപ്പം ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ ലൈവ് വന്ന ഒരു വീഡിയോ അത് നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരാൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് സൗണ്ടും ഇല്ല ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ വീഡിയോ ആണ് കാണുന്നത്. ശരിയല്ലേ? നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കണം. അത് അങ്ങനെ ആരെങ്കിലും ആ വീഡിയോ കാണുമോ? ആ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് വാച്ച് ടൈം വരത്തുള്ളൂ. നിങ്ങൾ ലൈവ് വന്നതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടാലാണ് അതിൻ്റെയാണ് വാച്ച് ടൈം നിങ്ങൾക്ക് കയറുന്നത്. 1 മണിക്കൂർ നിങ്ങൾ ലൈവ് ചെയ്തു, അതിന്റെ നിങ്ങൾ ലൈവ് ചെയ്യുന്ന സമയത്തെ അല്ല നിങ്ങൾക്ക് ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ ഇപ്പം നിങ്ങളുടെ ഒരു 100 പേര് കണ്ടാൽ ആ 100 പേര് കാണുന്ന വാച്ച് ടൈം 1 മണിക്കൂർ വെച്ച് 100 പേര് കാണുന്ന വാച്ച് ടൈം അവിടെ നിങ്ങൾക്ക് വരും. അതേസമയം നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ രീതിയിൽ ഇതുകൊണ്ടൊക്കെ മുറ്റവും അവിടെ ഇവിടെയൊക്കെ കാണിച്ച വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ആര് കാണും? അത് ഇങ്ങോട്ട് വന്നിട്ട് അവരെങ്ങോട്ട് കണ്ടിട്ട് 2 മിനിറ്റ് 1 മിനിറ്റ് മാക്സിമം കാണും. കണ്ടിട്ട് അവരുടെ പാട്ടിന് പോകും. അവർ കാണത്തില്ല. കംപ്ലീറ്റ് കാണുമോ? കാണത്തില്ല. ആ സമയം നല്ലോണക്ക് നിങ്ങൾ മുന്നേ ഇരുന്ന് നല്ലോണക്ക് പറഞ്ഞെടുത്തുള്ള തമാശയും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഏത് രീതിയിലുള്ള ഇതായാലും അത് നിങ്ങൾ ക്യാമറയുടെ മുന്നിൽ ഉണ്ടാവണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മുന്നോട്ട് പോയിട്ട് അത് ഭയങ്കരമായിട്ട് നിങ്ങൾ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ആയിരിക്കും നിങ്ങൾക്ക്. പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇത് ഉണക്ക് നിങ്ങൾ വാച്ച് ടൈം എങ്ങനെയെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ചെയ്താലും ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള കുഴപ്പങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ആ വീഡിയോ എല്ലാം ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഞാൻ ഏത് രീതിയിൽ പറഞ്ഞതെന്ന് നിങ്ങളിപ്പോൾ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഇത് ഉണക്ക് ഒന്നുകിൽ നിങ്ങളുടെ സൗണ്ട് ഉണ്ടായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ വീഡിയോയിൽ കാണിക്കണം. ഇതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ ചാനൽ ആ വീഡിയോ എല്ലാം നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ആവും. നിങ്ങളുടെ ചാനൽ ഇത് ഉണക്ക് മോണിറ്റൈസേഷൻ ആക്കി തരും. ഓക്കെ, അല്ലാതെ നിങ്ങളും വരാതെ നിങ്ങളുടെ സൗണ്ടും ഇല്ലാതൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ആ ചാനല് മോണിറ്റൈസേഷൻ ആവത്തില്ല. നിങ്ങൾക്ക് ഒരിക്കലും പൈസ അതിൽ നിന്ന് സമ്പാദിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസവും. ഇത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കുക, അറിയാവുന്നവർ ചോദിച്ചു നോക്കുക. ഇത് 100% ഇതേമാതിരിയാണ്. ഇത് യൂട്യൂബ് പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ രീതിയിൽ വീഡിയോ ചെയ്യാൻ പാടില്ല. ഇവർക്ക് ഒന്നുകിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കണം ആ വീഡിയോയിൽ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൗണ്ട് ഉണ്ടായിരിക്കണം. അല്ലാതെ പൂച്ചയോ ആടിനെയോ അതിനെയൊക്കെ കാണിച്ചിട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ പൂച്ച ആടിനെയൊക്കെ കാണിക്കാം, നിങ്ങൾ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൗണ്ട് ആയിരിക്കണം അതിൽ വരുന്നത്. നിങ്ങൾ മ്യൂസിക് ഒക്കെ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അത് മുന്നോട്ട് നിങ്ങൾക്ക് ഭയങ്കര പ്രയോജനമില്ല. നിങ്ങൾക്ക് ശകലം പോലും പ്രയോജനമില്ലാത്ത എത്ര ആളുകൾ കണ്ട വീഡിയോ ആയാലും അത് പ്രയോജനമില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ നിങ്ങൾ മുന്നോട്ട് എന്തെങ്കിലും പ്രയോജനം വരുത്തുന്ന തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുക. ഇതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് ഒന്ന് പ്രത്യേകമായിട്ടും പറയാനുള്ളത്. ഈ ലൈവില് വന്നിട്ട് ഓരോരുത്തർ ലൈവിൽ വന്നിട്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാകുന്നു.
അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാകുന്നത് കുഴപ്പമില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാകുന്നത് നിങ്ങൾ വീഡിയോ കാണാതെയും എടുക്കാതെയും പോയി കൂട്ടായിട്ട് അത് മുന്നോട്ട് അത് യൂട്യൂബ് നല്ല രീതിയിൽ തന്നെ നിങ്ങളെ വാച്ച് ചെയ്യും. അതായത് യൂട്യൂബിന് അറിയാം, 100% അറിയാം. യൂട്യൂബിൽ ഇപ്പോൾ നല്ല ഒന്നാന്തരം ഒക്കെ പ്രവർത്തിക്കുന്നത്. അത് കാരണം യൂട്യൂബിന് നല്ല ഭംഗിയായിട്ട് അറിയാം ഇത് കണക്ക് ഇന്ന രീതിയിലൊക്കെ നിങ്ങളുടെ സബ് കൂടുന്നുണ്ട്. പക്ഷെ അതിലൊന്നും വാച്ച് ടൈം കയറുന്നില്ല. സബ് വെറുതെ കൂടിക്കൊണ്ടിരുന്നുണ്ട്, വാച്ച് ടൈം കയറാതിരിക്കുന്നുണ്ടെ അവർക്ക് 100% അറിയാം ഇതിനകത്ത് എന്തോ ഉടായ്പുണ്ടെന്നറിയാം. ഈ ഉടായ്പകളൊക്കെ അവർ കണ്ടുപിടിക്കാൻ വേണ്ടി അവരപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഇത് ചാനൽ ചെക്ക് ചെയ്യും. ചാനൽ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിക്കും മനസ്സിലാവും, ഇന്ന രീതിയിലൊക്കെയാണ് ഈ ഉടായ്പ ഇങ്ങനെ സബ് കൂട്ടാൻ വേണ്ടി ഇങ്ങനെ ഓടി നടന്ന് സബ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുന്നുണ്ട്. കൂട്ടിയെടുത്ത് സബ് കൂട്ടി ഒരു 10,000 20,000 ഒക്കെ സബ് കൂട്ടി വെക്കും. സബ് കൂട്ടി വെച്ചുകൊണ്ട് എന്താ പറയാം, അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് വാച്ച് ടൈം കയറിയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പ്രയോജനമില്ല. ഉണ്ടോ? ഇത്രയും ബുദ്ധിമുട്ടി നിങ്ങൾ ഇത്രയും വീഡിയോ സബെല്ലാം ഉണ്ടാക്കി വെച്ച് അതിലൊരു പ്രയോജനം ഇല്ലാതായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് എന്തോ ഗുണം? അതുകൊണ്ടൊക്കെ തന്നെ ഈ സബ് നേരത്തേക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 1500 അല്ലെ 2000 സബൊക്കെ വരുമ്പോഴത്തേന് അവരുടെ വാച്ച് ടൈം കംപ്ലീറ്റ് ആകുമായിരുന്നു. 1000 2000 ഒന്നും സബ് ആവേണ്ട ആവശ്യമില്ലായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ 1000 സബ് ആകുമ്പോഴത്തേന് വാച്ച് ടൈം കംപ്ലീറ്റ് ആവുന്ന രീതിയിലായിരുന്നു നേരത്തെയുള്ള യൂട്യൂബിന്റെ എല്ലാ കാര്യങ്ങളും. അതേ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു 10-20 വീഡിയോ ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്ക് കൂടുതലായിട്ട് സബ് കയറാൻ തുടങ്ങുന്നത് തന്നെ. മനസ്സിലായോ? അല്ലാതെ 1-2 വീഡിയോയിലൊന്നും സബ് ഒന്നും വരത്തില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഓടി നടന്നങ്ങ് സബ് കൂട്ടിക്കൊള്ളുക. ലൈവിലൊക്കെ പോയിട്ട് സബ് കൂട്ടാക്കോ എന്ന് ചോദിച്ച് അങ്ങ് സബ് കൂടുന്നുണ്ട്. പക്ഷെ വാച്ച് ടൈം അവർക്ക് കൂടുന്നില്ല. അതിന് കാരണം ഇതൊക്കെ തന്നെയാണ്. പണ്ടൊക്കെ ഉള്ള രീതിയിലല്ല ഇപ്പൊ ചെയ്യുന്നത്. അതായത് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതുകൊണ്ടൊക്കെ വീഡിയോ കുറെ ചെയ്തതിന് ശേഷം ഇങ്ങനെ ലൈവ് ഒന്നും ഇല്ലായിരുന്നു. അന്നേരമൊക്കെ ലൈവ് ഇല്ലല്ലോ, ഇങ്ങനെയുള്ള പരിപാടിയില്ല. അത് കാരണം എന്താ, വീഡിയോ ഒരുപാട് ചെയ്തതിന് ശേഷം അതിങ്ങനെ ഓരോരുത്തരിലേക്ക് ഇതുകൊണ്ടൊക്കെ യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്ന കാരണം അതിങ്ങനെ പോയിട്ട് ഓരോരുത്തർ കണ്ട് അങ്ങനെ സബ് വരുന്നതായിരുന്നു. അപ്പൊ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ കാണാൻ ഇഷ്ടമുണ്ട്, നിങ്ങളെ ഇഷ്ടമുണ്ട്, നിങ്ങളുടെ ചാനലിനെ ഇഷ്ടമുണ്ട്, വീഡിയോ കാണാൻ ഇഷ്ടമുള്ളതുണ്ട്. അങ്ങനെയാണ് സബ് വന്നിരുന്നത്. അപ്പൊ അവര് വീണ്ടും വീണ്ടും നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കും, വീഡിയോ കാണും. അങ്ങനെയാണ് വാച്ച് ടൈം നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ 1000 സബ് ആകുമ്പോഴത്തേന് വാച്ച് ടൈം കംപ്ലീറ്റ് ആവുന്ന രീതിയിലായിരുന്നു നേരത്തെയൊക്കെ ഉള്ളത്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ ഉള്ള സബ് എല്ലാം കൂടും, പക്ഷെ വാച്ച് ടൈം കൂടത്തില്ല. അതിന് കാരണം ഇതാണ്, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകൂടി ഉള്ള സബ് കൂടുന്നുണ്ട്. പക്ഷെ വാച്ച് ടൈം കൂടുന്നതിന് കുറെ പാടുപെട്ട് ഇങ്ങനെ ഇപ്പോൾ ലൈവ് പോയി ഓരോരുത്തർ വാച്ച് ടൈം കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വാച്ച് ടൈം അവർക്കും ഇതറിയില്ല, എങ്ങനെയാണ് ഇത് വാച്ച് ടൈം കൂടുന്നതെന്ന് അറിയുന്നില്ല. അവർ വിചാരിക്കും 3, 4, 5 മണിക്കൂർ ഇരുന്നാൽ ഉടനെ അതൊക്കെ വാച്ച് ടൈം കൂടുന്നു. ഇല്ല, നിങ്ങൾ നല്ല രീതിയിൽ അത് വാച്ച് ടൈം കൂടാൻ വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ ലൈവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതിൽ കാണുന്ന ആളുകളുടെ എണ്ണം അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് നിങ്ങളിപ്പോ നിങ്ങളുടെ ലൈവില് ഒരു 50 പേര് ആ ലൈവിൽ വന്നു, പക്ഷെ അത് നിങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും സബ് കൂട്ടാൻ വേണ്ടി വന്നവരായിരിക്കും ചിലപ്പോൾ. അവരൊരിക്കലും ആ വീഡിയോ കാണാൻ പോകുന്നില്ല. നിങ്ങൾ ചെയ്തിരിക്കുന്ന വീഡിയോ ഇതോടൊക്കെ മുറ്റം കാണിച്ചും പ്രതിമ കാണിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ലൈവ് ചെയ്തേക്കുന്നത്. അപ്പം വരുന്ന കുഴപ്പം എന്താണ്, രണ്ടാമത് അപ്ലോഡ് ആ വീഡിയോ ചെയ്ത് കഴിയുന്നുണ്ടേ അത് ഒറ്റ മനുഷ്യരും കാണത്തില്ല. അഥവാ 1-2 പേരൊക്കെ വന്നാൽ പോലും ആ കണ്ടവര് 1 മിനിറ്റോ വല്ലോ 2 മിനിറ്റോ 1 മിനിറ്റ് മാക്സിമം ഒക്കെ കാണുമായിരിക്കും. അത് കഴിഞ്ഞാൽ ഒന്നും സൗണ്ടും ഇല്ല, ഒന്നും ആളുടെ അനക്കമില്ല, ഒന്നുമില്ല. അപ്പൊ അവര് കാണാതെ പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വീഡിയോക്കൊക്കെ എവിടുന്ന് വാച്ച് ടൈം വരും? ഇപ്പൊ 5 മണിക്കൂർ ചെയ്തിരിക്കുന്ന ഒരു ലൈവ് ആയിരിക്കും അത്. പക്ഷെ അത് ആര് കാണും? ആരെങ്കിലും കാണാതെ അതിന്റെ വാച്ച് ടൈം കിട്ടുമോ? വാച്ച് ടൈം കിട്ടത്തില്ല. അപ്പൊ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ശ്രദ്ധിച്ച് നിങ്ങൾ ഓരോ ചാനലുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഓരോ കാര്യങ്ങളാണ് ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി, ഇത് എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ കുറെ ചാനൽ കണ്ടതാണ്. അപ്പൊ ഈ കണ്ട ചാനലിലെല്ലാം ഉള്ള അവർക്ക് ഇതൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഇവർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ്. കാര്യം അറിഞ്ഞിരുന്നാൽ ഒരിക്കലും ഇതിങ്ങനെ ചെയ്യത്തില്ലല്ലോ. അറിഞ്ഞാൽ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ അവർ വിചാരിച്ചിരിക്കുന്ന ചിലപ്പോൾ ഇങ്ങനെ ലൈവ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാച്ച് ടൈം താഴെ കയറുന്ന. ഇല്ല, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ വാച്ച് ടൈം പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കണം. ശ്രദ്ധിച്ചു നോക്കാൻ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും നിങ്ങളുടെ വാച്ച് ടൈം ഒരുപാട് കുറവാണെന്നുള്ളത്. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ലൈവും കാര്യങ്ങളൊക്കെ ഇത്രയും മണിക്കൂർ ഇട്ടിട്ടും എന്തുകൊണ്ടാണ് കുറയുന്നതെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് കാണത്തില്ല. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. എനിക്ക് 2000 സബ് പോലും ഇല്ല, പക്ഷേ എൻ്റെ വാച്ച് ടൈം കംപ്ലീറ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഈ ഒരു കാര്യം പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ അതുകൊണ്ട് തന്നെ വലിയ വീഡിയോയിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. വലിയ വീഡിയോ മാത്രമല്ല, ഷോർട്ട് വീഡിയോ ചെയ്യുന്നവർ അതും ചെയ്യാം, നിങ്ങൾ ലൈവ് ചെയ്യുന്നവർ അതും ചെയ്യാം. പക്ഷെ വലിയ വീഡിയോ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും
നിങ്ങൾ വലിയ വീഡിയോ കൂടെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇങ്ങനെ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. എല്ലാ ചാനലുകാരോടും എൻ്റെ ഒരു നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. കാര്യം എന്താ, എല്ലാവരും കഷ്ടപ്പെട്ട വീഡിയോ ചെയ്ത് പൈസ സമ്പാദിക്കാൻ, നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വരണമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ വെറുതെ തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്നവരല്ല. തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല. അതങ്ങനെ തന്നെ പൊക്കോളൂ, ഒരു കുഴപ്പമില്ല. എന്നെ മാതിരി ഉള്ളവരൊക്കെ ഞങ്ങൾ തമാശയ്ക്ക് ചെയ്യുന്നതല്ല, ഞങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എന്നെ മാതിരി സീരിയസ് ആയിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിൽ എത്തിക്കൊണ്ട് നിങ്ങൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ രീതിയെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾ 1 മണിക്കൂർ ലൈവ് വന്നാലും അത് കുഴപ്പമില്ല. ആ 1 മണിക്കൂർ വരുന്ന സമയം നിങ്ങൾ ഇത് നിങ്ങൾ ഫേസ് കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ ശരിക്കും അതിൽ തന്നെ കമന്റ് വായിക്കും. നിങ്ങൾ അതിൽ തന്നെ പ്രതികരണം ഉണ്ടായിരിക്കണം. അതിൽ നിങ്ങളുടെ ഓരോ കമന്റ് ആയാലും എല്ലാ കാര്യത്തിലും കമന്റ് എല്ലാം ചിലപ്പോൾ വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറയുന്ന എടുക്കുന്നതൊക്കെ അത് കേട്ട് അവര് അങ്ങനെ ഒരു കുഴപ്പമില്ല. അത് പിന്നീട് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണാനും വലിയ കുഴപ്പമില്ലായിരിക്കും. എല്ലാവരും ഒരുപാട് പേര് കാണും. ഈ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കൂ. നിങ്ങൾ ചേഞ്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ വാച്ച് ടൈം പെട്ടെന്ന് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കൂട്ടാകുന്നവരോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യങ്ങളുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഒരാളെ കൂട്ടാക്കണം. വീഡിയോ 1, 2, 3 വീഡിയോ നിങ്ങൾ കണ്ടിട്ട് കൂട്ടാക്കിയാൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകുന്നവരും അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം കൂട്ടാക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനൊക്കെ മുന്നോട്ട് പോയിട്ട് നിങ്ങളുടെ ചാനലൊക്കെ യൂട്യൂബ് ചിലപ്പം നിങ്ങൾക്ക് എന്താ കാരണമെന്ന് പോലും കാണിക്കാതെ ചിലപ്പം ഡിലീറ്റ് ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ചിലപ്പം വന്നെന്നിരിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പുതിയ അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് യൂട്യൂബ് ചിലപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഡിലീറ്റ് ആയേക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പൊ അവര് ഇതുകൊണ്ടൊക്കെ യൂട്യൂബിന് മനസ്സിലാവും, ഇതുകൊണ്ടൊക്കെ സബ് കൂടുന്നുണ്ട്, വാച്ച് ടൈം കൂടുന്നില്ല. അപ്പൊ ഇത് ഉടായ്പ എന്തോ ആണ്, ഈ ചാനലിൽ എന്തോ ഉടായ്പുണ്ട്, ഈ ചാനലിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തട്ടിയെടുത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒന്നും അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ മുന്നറിയിപ്പ് ഒന്നും കാണത്തില്ല ഇങ്ങനെയൊക്കെയുള്ള ഉടായ്പ. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. യൂട്യൂബിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അത് അറിയാവുന്നവരോടൊക്കെ ചോദിക്കുക. അറിയാവുന്ന ചാനലുകാർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ആ ചാനലിലൊക്കെ പോയി വീഡിയോ കാണുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ ഒന്ന് ചെയ്ത് മുന്നോട്ട് പോവുക. ഇതൊക്കെയാണ് എനിക്ക് പ്രത്യേകമായിട്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ, അടുത്തുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, അല്ലേ? അപ്പൊ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ആവശ്യം തോന്നിയാൽ ഇത് ഉപയോഗിക്കാം, പക്ഷേ വാട്സപ്പ് ചാറ്റ് മാത്രം.